100 എടുക്കേണ്ടി വരും കേട്ടോ. അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല, എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ എൻ്റെ അടുത്ത് എടുത്തുവെച്ച് എന്തെങ്കിലും ഉണ്ടോ, അത് നല്ല ഉഷാറായിക്കാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും. എടുത്താൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ? പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ നിന്ന് ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി കട്ടതല്ലല്ലേ, അങ്ങനെ ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക. അൽ വലതു സിറു അബീഹി എന്നാണ്. മകൻ വാപ്പാൻ്റെ രഹസ്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ പഠിത്തൊരു ദിവസം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, എന്താ ഇപ്പം ഉമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LP പഠിക്കുന്ന കുട്ടി വേണ്ടാത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടിയാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് അറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്. അതാണ് കുട്ടി ഉറങ്ങാൻ കടന്നു. വാപ്പ കുറച്ച് നേരം വൈകിയിട്ടാണ് വരിക. വാപ്പ കുറച്ച് നേരം വൈകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു ആ ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പണ്ടിങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് മരിച്ചു തരേ ഒരു നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട്, കഥയിക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളണമെന്നില്ല, അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ MBBS ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തല പൊന്തിക്കെ കടക്കട എവിടെയെന്ന് പറഞ്ഞു എന്നാണ്. എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും. സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണേൻ്റെ ഒച്ചയിലും കേൾക്കൂലേ, അതന്നെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാകൂല്ല കേട്ടോ. അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്.